കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് നമ്മൾ കാസ്ബേഗിലെ കാഴ്ചകളൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡരിയാലി മൊണാസ്ട്രി ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പം നമ്മൾ നേരെ പോകുന്നത് ഗ്യുവൽറ്റി വാട്ടർഫോളിലേക്കാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് ആ ഒരു ലൊക്കേഷൻ ചെറിയ രീതിയിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ റോഡിൻ്റെ അടുത്തുനിന്ന് കുറേ നടന്നിട്ടാണ് ഈ വാട്ടർഫോളിൻ്റെ അങ്ങോട്ടേക്ക് എത്തേണ്ടത്. പക്ഷേ നമ്മൾ എവിടെ കൂടാണ് നടക്കേണ്ടതെന്ന് പെട്ടെന്ന് റോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. റോഡിൽ നിന്ന് കുറച്ചും കൂടി മുകളിലോട്ട് കയറിയിട്ടാണ് ഇവരുടെ ഒരു പാർക്കിംഗ് ഏരിയ വരുന്നത്. ഈ ഒരു പാർക്കിംഗ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ബോർഡിൽ തന്നെ അവർ കൃത്യമായിട്ട് 3 കളർ കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കിപ്പം ഈസി വേ ആണ് നോക്കുന്നതെങ്കിൽ യെല്ലോ കളറിലൂടെ പോവുക, കുറച്ച് ടഫായിട്ടുള്ളതാണെങ്കിൽ ബ്ലൂ കളറിലൂടെ പോവുക, ഇങ്ങനെ കളർ തിരിച്ച് ഓരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് ആ ഒരു ബോർഡ് നോക്കിയിട്ട് പോയാൽ മതി. ഇവിടെ എല്ലാവരും 11 മണിക്കൊക്കെ എഴുന്നേക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കോഫി ഷോപ്പൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ആരുമില്ല. അപ്പോൾ വെള്ളമൊക്കെ കൈ പിടിച്ച് തന്നെ വരണം. പാർക്കിംഗ് ഏരിയ ഇവിടെ മാർക്കിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നടന്നാണ് പോകേണ്ടത്, വഴി അറിയത്തില്ല. അറിയാവുന്ന പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആരോ മാർക്കുകളുണ്ട്, അത് നോക്കി ഞങ്ങൾ പോവുകയാണ്. ദൂരം 2 കിലോമീറ്റർ എഴുതിയിരുന്നേ. എന്തായാലും ഞങ്ങൾ വലിയ വാട്ടർഫോൾ കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നടക്കുന്നുണ്ട്, ഞങ്ങളുടെ എനർജി അനുസരിച്ചിരിക്കും. അവിടെ ചെന്ന് ഇനി 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഞങ്ങൾ അവശരാകുവാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ ആദ്യം തന്നെ പാർക്കിംഗ് ഏരിയ അന്ന് കണ്ട സ്ഥലത്ത് ഞങ്ങൾ പാർക്ക് ചെയ്തു. നേരെ ഞങ്ങൾ നടക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഞങ്ങൾ നടന്ന് മുകളിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കാണ് ഞങ്ങൾക്കൊരു സംഭവം മനസ്സിലായത്. നമുക്ക് ഈ റോഡ് വഴി മാക്സിമം പറ്റാവുന്നിടത്തോളം നമുക്ക് ഡ്രൈവ് ചെയ്ത് മുകളിലേക്ക് പോകാം. എന്നിട്ട് അതിന് ശേഷം നടക്കുകയാണെങ്കിൽ നമുക്ക് 2ാമത്തെ വാട്ടർഫാൾ വരെയും പോകാനുള്ള ഒരു എനർജി ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ ആദ്യം കണ്ടെടുത്ത് പാർക്ക് ചെയ്തത് കാരണം നമുക്ക് ഒത്തിരി ടൈം സ്പെൻഡ് ആവും. നമ്മൾ കിട്ടുന്ന സമയം കൊണ്ട് മാക്സിമം നമ്മൾ കവർ ചെയ്യാനാണ് നോക്കേണ്ടതെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് മാക്സിമം വണ്ടി പോകുന്നിടത്തോളം പോകുന്നതാണ് നല്ലത്. പിന്നെ ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നടന്നു പോകുന്ന ഒരു നഷ്ടമേ അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇതിൽ തന്നെ നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള വഴി ചൂസ് ചെയ്ത് കയറി പോകുന്ന ആൾക്കാരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് എന്തായാലും നടന്നു പോകുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ്. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വീഴുന്ന ഒച്ചയും നല്ല ഭംഗിയൊക്കെ ഉള്ള വഴിയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ കുറേ അധികം നടക്കുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരധികം ടയേർഡാവും. പിന്നെ നമ്മൾ കുറേശ്ശെ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ച് പോകുന്ന കുഞ്ഞു കുഞ്ഞു അരുവി പോലുള്ള സംഭവമൊക്കെ കാണുന്നുണ്ട്. ഈ വാട്ടർഫോളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇങ്ങനെ ഒലിച്ച് പോകുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്ക് 1-2 കോട്ടേജസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു അരുവി പോലെയുള്ള ആ സംഭവത്തിൻ്റെ മറുസൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുട്ടി മരപ്പാലമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോർഡും ഇടയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഡിഫിക്കൽട്ടായിട്ടുള്ള വഴി വേണം എന്നുള്ളവർക്ക് ബ്ലൂ ലൈൻ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പം നമ്മൾ യെല്ലോ ലൈൻ, ഏറ്റവും ഈസി ആയിട്ടുള്ള ലൈനാണ് യെല്ലോ ലൈൻ വരുന്നത്. പിന്നെ ഒരു മീഡിയത്തിൽ പോകണമെങ്കിൽ റെഡ് ലൈൻ, അങ്ങനെയാണ് ഇവിടെ വഴികളൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 വാട്ടർഫോൾ ഉണ്ട്. 2 ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്. അത് നമുക്ക് ചൂസ് ചെയ്യാം എവിടേക്കാണ് പോകേണ്ടതെന്ന്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചൂസ് ചെയ്തിട്ട് പോവാം. ഇപ്പോൾ ഒരു പോയിന്റിൽ എത്തിയിട്ട് നമുക്ക് ഈ ഡീവിയേഷൻ വരുന്ന ഭാഗത്തു നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അരമണിക്കൂറാണ് നമ്മൾ ചെറിയ വാട്ടർഫോളിൻ്റെ അവിടേക്ക് എത്തുന്നത്. നേരെ വലിയ വാട്ടർഫോളിലേക്കാണ് പോകേണ്ടതെങ്കിൽ 35 മിനിറ്റാണ് എടുക്കുന്നത്. പക്ഷെ നമ്മളിപ്പം ചെറുതിൽ പോയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ അരമണിക്കൂർ തിരിച്ച് നടന്നിട്ട് വേണം അടുത്ത് 2ാമത് 35 മിനിറ്റ്സ് നടക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും വലിയത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ നമുക്ക് കുട്ടികൾക്കൊക്കെ അത്യാവശ്യം കോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടിങ് തൊട്ട് നടക്കുന്ന കാരണം അവർ കുറച്ച് ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ആദ്യത്തേത്, അതായത് 5 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, ആദ്യത്തെ വാട്ടർഫോൾ, അതായത് ചെറിയ വാട്ടർഫോളിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഈ പോകുന്നത് ഏറ്റവും ഡിഫിക്കൽറ്റി കുറഞ്ഞിട്ടുള്ള പാത്തിലൂടെയാണ്. എന്നിട്ട് തന്നെ നമ്മൾ ഈ ചില ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഭയങ്കര നാരോ വഴിയാണ്. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്, റൈറ്റ് സൈഡിൽ ഇങ്ങനെ മലകളാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് സൂക്ഷിച്ചൊക്കെ തന്നെ പോവേണ്ടി വരും. പക്ഷേ ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അത്യാവശ്യം നല്ല വ്യൂ ആണ്. കുട്ടികളൊക്കെ ആയിരുന്നെങ്കിൽ ശരിക്കും നമുക്ക് വലിയ വെള്ളച്ചാട്ടം കൂടെയൊക്കെ കാണണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ മാക്സിമം പറ്റുന്നിടത്തോളം വണ്ടിയിൽ തന്നെ വന്നിട്ട് നടക്കാൻ നിന്നാൽ മതി. അപ്പം നമുക്ക് മാക്സിമം 2 വെള്ളച്ചാട്ടവും കവർ ചെയ്യാൻ പറ്റും. നടന്നാലും ഒട്ടും നഷ്ടമല്ല. 2 കിലോമീറ്റർ ആണെങ്കിലും ശരിക്കും നല്ല തണുപ്പില്ലാത്ത സമയം നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ
ഇങ്ങനെ പാറയുടെ പുറത്തൊക്കെ ഇങ്ങനെ യെല്ലോ ലൈൻസ് വരച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഡിഫിക്കൽറ്റി കുറഞ്ഞ വഴി കൂടെ നമ്മൾ വന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഡിഫിക്കൽറ്റി കൂടിയ വഴി എവിടെ വന്ന് ടച്ച് ചെയ്യുന്നൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നുള്ളൂ. ശരിക്കും നല്ല പുറത്ത് തന്നെയാണ്. ഒരു 2 കിലോമീറ്ററാണ് ടോട്ടലി ഈ ചെറിയ വാട്ടർഫാളിലേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 കിലോമീറ്റർ നമ്മൾ നടന്നു വന്നിട്ടുണ്ടായിരുന്നു. പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ശരിക്കും 2 കിലോമീറ്ററാണ് ഈ ഒരു വാട്ടർഫാൾ വരെ ഉള്ളത്. അതിൽ 770 മീറ്റർ മാത്രം തന്നെ നമുക്ക് ഈ ഒരു കാട്ടുവഴി പോലെ ഉള്ളതുള്ളൂ. അതുവരെ നമുക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റുന്ന വഴി തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് അറിയാത്തത് കാരണമാണ് നമ്മൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളുടെ നിർഭാഗ്യം കാരണമാണോന്നും അറിയില്ല, അവിടെ ഞങ്ങൾ ആരെയും കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ തിരിച്ച് നമ്മൾ ഈ നടന്ന് ഈ ഒരു റോഡിലേക്ക് കയറുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ അതുവരെ വണ്ടിയിൽ വന്നിട്ട് പിന്നെ നടന്നു പോകുന്നുണ്ടായിരുന്നു. തോന്നിയെങ്കിൽ നമ്മൾ ഇത്ര നേരം തണുപ്പ് കാരണം അടക്കി പിടിച്ചു. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കുളിക്കാനൊക്കെ തോന്നും, പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ ഇപ്പൊ വെയിലൊക്കെ ആയി തുടങ്ങി. അപ്പൊ എന്താ മുഖമെങ്കിലും കഴുകിയിട്ട് പോകാലോ. ഭയങ്കര തണുപ്പ്, മുഖത്തെത്തൂല, ഇത് കയ്യിൽ മാത്രം എത്തുള്ളൂ. അയ്യോ എനിക്ക് ഐസിട്ട് വെള്ളം പോലെ. സംഭവം ഇവിടുത്തെ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് കുളിക്കാനൊക്കെ തോന്നുമെങ്കിലും സെപ്റ്റംബർ മാസം ആയിരുന്നിട്ട് കൂടി ഒന്ന് കൈവച്ചപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഫ്രീസ് ആവുന്ന തണുപ്പായിരുന്നു. അപ്പോൾ പിന്നെ ഡിസംബർ മാസമൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, അത്രയ്ക്ക് നല്ല തണുപ്പായിരുന്നു. പാർക്കിംഗ് ഏരിയയിലൊന്നും അധികം ആൾക്കാരൊന്നും കാണാണ്ടായപ്പോൾ ഞങ്ങൾക്ക് കയറണോ വേണ്ടെന്നൊക്കെ ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നിയെങ്കിലും പക്ഷെ സംഭവം നല്ലതായിരുന്നു. എന്താ പറയാ, അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് മഞ്ഞും തിരിച്ചു വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇങ്ങനെ വെയിലും ഒക്കെ ആയി തുടങ്ങി. വർത്താണ്, നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. നമുക്കിങ്ങനെ എന്താ പറയാ, പ്രകൃതിയിലൂടെ ഇങ്ങനെ നടക്കാൻ നമ്മളൊരുവിധം എല്ലാ ലൊക്കേഷൻസും ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നിട്ട് പോവുക ചെയ്ത്. ഗൈഡില്ലാണ്ടൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെയൊക്കെ. പിന്നെ ഇതുവരെ ഞങ്ങൾ കണ്ടെടുത്തോളം നല്ല സേഫാണ്, ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ബാഗുകൾ ഒക്കെ വണ്ടിയിലൊക്കെ വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ നമുക്ക് പറ്റുന്നത് തന്നെയാണ്. ഇപ്പോൾ കസ്ബഗി ടൗണിൽ നിന്ന് ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തിബിലിസിക്ക് പോകുന്ന വഴിക്കാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണേണ്ടത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് കസ്ബഗിയിലെ ഹൈലൈറ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതൊരു ഹൈലൈറ്റ് തന്നെയായിരിക്കും. ഒരു 4-5 ദിവസമൊക്കെ നമ്മൾ ജോർജിയൻ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അറിയാണ്ട് തപ്പി നടന്നു പോകും. അപ്പോൾ കസ്ബഗിയിൽ 2 റെസ്റ്റോറൻറ്റാണ് ഉള്ളത്. അപ്പം വന്ന ദിവസം ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടിപ്പെടുന്നത് വേറൊരു റെസ്റ്റോറൻറ്റ് ആയിരുന്നു. അതായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങൾക്ക് തീരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പം 2ാം ദിവസമാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേര് ബോളിവുഡ് മസാല എന്നാണ്. രണ്ടും അടുത്തടുത്ത് തന്നെയാണെങ്കിലും ഇതിങ്ങനെ റോഡിൽ നിന്ന് ഒരു ഇച്ചിരി അങ്ങോട്ട് ഉള്ളിലോട്ടല്ല, ആക്ച്വലി പെട്ടെന്ന് അങ്ങോട്ട് കണ്ണ് ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കാണാണ്ട് പോയതാണ്. അങ്ങനെ ഈ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഫുഡ് പറയാനൊന്നുമില്ല, അത്രയ്ക്ക് അടിപൊളി ഫുഡായിരുന്നു. മറ്റേ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ശരിക്കും നമ്മുടെ ആ ഒരു പാൽച്ചായയും ഫുഡും ഒക്കെ മൊത്തത്തിൽ അടിപൊളി തന്നെയായിരുന്നു. പിന്നെ പ്രൈസും നമുക്കങ്ങനെ അത്യാവശ്യം റീസണബിൾ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. തിബിലിസിയിൽ നിന്ന് കസ്ബഗി ലൊക്കേഷൻ ഇട്ട് വരുമ്പോൾ നമ്മൾ നേരെ കസ്ബഗി ടൗണിൽ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ മറ്റേ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് ഒരു ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അടുത്ത ദിവസങ്ങൾക്ക് ശേഷം ഒരു പാൽച്ചായ കിട്ടിയിട്ട് സന്തോഷമാണ് എൻ്റെ മോൾക്ക്. നല്ല ഏലക്കായൊക്കെ ഇട്ട് ചായ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും നല്ല ക്ലീൻ ആയിട്ട് കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്ത് നല്ല സ്പേഷ്യസുമാണ്. പിന്നെ നമുക്ക് ഫുഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. മറ്റേ റെസ്റ്റോറൻറ്റിലെ ഓപ്ഷൻസ് ആകെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ നമ്മൾ ഓർഡർ കൊടുത്ത് കുക്ക് ചെയ്ത് കിട്ടാൻ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സംഭവം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തേക്കാണ്. ഇപ്പം ഇതിൻ്റെ പേര് പെട്ടെന്ന് നമുക്കങ്ങനെ ആ ഒരു കണ്ണിൽ പെടുന്ന പേരല്ല. മറ്റത് വലുതായിട്ട് ഇന്ത്യ റെസ്റ്റോറൻറ്റ് എഴുതിയിട്ടുണ്ട്. ആ മെയിൻ റോഡ് ഇങ്ങനെ പോകുന്നതാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ നോട്ടീസ് ചെയ്യാതെ വിടുന്നതാണ്. അപ്പം കസ്ബഗിയിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.